കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പൊതുവെ കുട്ടികളെ ദത്തെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പുതിയ കാര്യമൊന്നുമല്ല. അഥവാ അങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ ദത്തെടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ പോലെ യാതൊരു കുറ്റമോ കുറവോ ഒന്നും കൂടാതെ ചോദിച്ചതെല്ലാം മേടിച്ചു കൊടുത്ത് നമ്മുടെ സ്വന്തം ചൊരയെ പോലെ തന്നെയാണ് നമ്മളെല്ലാവരും ട്രീറ്റ് ചെയ്യുക. ആ വീട്ടിലെ സകലമാന സ്വത്തുക്കളും സുഖങ്ങളും അനുഭവിച്ചു വളർന്ന അവൾ ഒരു സുപ്രഭാതത്തിൽ ആ അച്ഛനെയും അമ്മനെയും കൊല്ലാൻ കൂട്ടു നിൽക്കുമോ എന്നൊരു ചോദ്യം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൂട്ടു നിൽക്കുമോ ഇല്ലയോ? അതേ സുഹൃത്തുക്കളെ, ഇത് വെറുമൊരു കൊലപാതകമല്ല. സ്വന്തം മകളെ പോലെ കണ്ട അച്ഛനെയും അമ്മയെയും കുരുതി കൊടുത്ത ഒരു 25-കാരിയുടെ കഥയാണിത്. സ്വന്തം കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സ്വന്തം മാതാപിതാക്കളെ കുരുതി കൊടുക്കാൻ കൂട്ടുനിന്ന ആ 25-കാരിയുടെ കൊലപാതക കഥയുടെ ദുരൂഹമായ സാഹചര്യങ്ങളിലേക്ക് നമുക്കിന്ന് നോക്കാം. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. കാമത്തോടും പണത്തോടുമുള്ള ആർത്തി ഒരുത്തിയെ എത്തരത്തിലുള്ള ക്രൂരമൃഗമാക്കി മാറ്റും എന്ന് ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് വെറും ഒരു ക്രൈം സ്റ്റോറി മാത്രമല്ല, രക്തരൂക്ഷിതമായ സ്വന്തം മാതാപിതാക്കളെ കുരുതി കൊടുത്ത ആ 25-കാരിയുടെ ക്രൂരമുഖത്തിന്റെ കഥയാണ്. ഉത്തർപ്രദേശിലെ കാൺപൂർ എന്ന ഗ്രാമം. അവിടെയാണ് മുന്നാലാൽ ഗുപ്ത എന്ന 62-കാരനും രാജ്ദേവി എന്ന 58-കാരിയും താമസിച്ചിരുന്നത്. അദ്ദേഹം ഒരു ഫാക്ടറി ജീവനക്കാരനായിരുന്നു. എന്നാൽ ആ അമ്മയാണെങ്കിൽ ഒരു കുടുംബിനിയും. ഈ ദമ്പതികൾക്ക് 30 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം രണ്ടാമതൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുഞ്ഞ് തൻ്റെ മകന് കൂട്ടായിട്ട് വേണം എന്നൊരു നിർബന്ധം ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അതൊരു പെൺകുട്ടിയാവണമെന്ന നിർബന്ധവും അവർക്കുണ്ടായിരുന്നു. കാരണം മൂത്തത് ആൺകുട്ടിയാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയെ അടുത്തത് വേണം എന്നുള്ള നിർബന്ധം അവർക്ക് തോന്നി. അങ്ങനെ അവർ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കുഞ്ഞിനെ ദത്തെടുത്തു. അതിന് കോമൾ എന്ന് പേര് നൽകി. ആ കുഞ്ഞിനെ യാതൊരു കുറ്റമോ കുറവോ കൂടാതെ തൻ്റെ മകൻ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ മേടിച്ചു നൽകി അത്തരത്തിൽ ഒരു രാജ്ഞിയെ പോലെ അവർ വളർത്തി. അവർക്ക് നല്ല വസ്ത്രങ്ങളും നല്ല വിദ്യാഭ്യാസം അവർ നൽകി. അങ്ങനെ ആ കുടുംബത്തിൽ 25-കാരിയായ കോമളും 30 വയസ്സുകാരനായ ഗുപ്തും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചു. എന്നാൽ മുന്നാലാൽ ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. 25 വയസ്സുകാരിയായ കോമളും 30-കാരനായ അനൂപും സന്തോഷത്തോടുകൂടി ആ കുടുംബത്തിൽ ജീവിച്ചു. 2022 ജൂലൈ 3-ാം തീയതി രാത്രി എന്നത്തെയും പോലെ ഭക്ഷണം കഴിച്ച് ആ കുടുംബം ഉറങ്ങാൻ വേണ്ടി പോയി. ആ സമയത്ത് അനൂപ് ഉറങ്ങാൻ കിടന്നിരുന്ന റൂം എന്ന് പറയുന്നത് ആ വീടിന്റെ 2ാമത്തെ നിലയിലുള്ള റൂമായിരുന്നു. താഴത്തെ നിലയിൽ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സഹോദരിയായ കോമളും ഉറങ്ങാൻ കിടന്നു. ഏകദേശം രാത്രി 2 മണിയായതോടുകൂടി അദ്ദേഹം വലിയ ഒരു അലർച്ച കേട്ടിട്ടാണ് എണീറ്റിട്ട് ആ അലർച്ച ആരുടേതാണെന്ന് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് കോമളിൻ്റെതായിരുന്നു. അദ്ദേഹം ഉടനെ കോമളിന്റെ റൂമിലേക്ക് ഓടിച്ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച തൻ്റെ സഹോദരി കഴുത്ത് പകുതി അറുത്ത രീതിയിലും അതേപോലെ ശരീരമാസകലം ബ്ലഡും കൊണ്ട് ഉറക്കെ അലറി നിലവിളിച്ച് കരയുകയാണ്. അദ്ദേഹം കോമളിനോട് ചോദിച്ചു, എന്താ മോളെ, എന്താണ് പറ്റിയത്? ഈ സമയത്ത് കോമൾ അദ്ദേഹത്തിനോട് പറയുകയാണ്, ഏട്ടാ, ഞാൻ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടാണ് എണീറ്റത്. ഉടനെ തന്നെ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. 3 പേരുണ്ടായിരുന്നവർ. അവരിൽ 2 പേര് അച്ഛൻ്റെയും അമ്മയുടെയും കഴുത്തിൽ കത്തിവെച്ച് അറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട ഞാൻ ഉറക്കെ അലറി വിളിച്ചു. അവർ അച്ഛനെയും അമ്മയെയും കൊന്ന ശേഷം ഈ വീട്ടിലുള്ള ആഭരണങ്ങളും പണവും എല്ലാം കവർന്നെടുത്ത് എന്നെയും ഉപദ്രവിച്ച് ഇവിടുന്ന് കടന്നു കളഞ്ഞു. ഇത് കേട്ട് ഭയന്ന അനൂപ് ഉടനെ തന്നെ അച്ഛൻ്റെയും അമ്മേൻ്റെയും റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഭയാനകരമായ കാഴ്ചയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും രക്തം വാർന്ന് കഴുത്തിൽ വലിയ മുറിവോടുകൂടി മരണപ്പെട്ട് കിടക്കുകയാണ്. ഇത് കണ്ട ഉടനെ അദ്ദേഹം അലറി വിളിച്ച് കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒച്ച കേട്ട് അയൽവാസികളായ ആളുകൾ അവിടെ ഓടിയെത്തി. ഉടനെ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ചു. ഏകദേശം 3 മണിയോടുകൂടി പോലീസ് എത്തി. ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. സൈബർ വിദഗ്ധരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫോറൻസിക് വിദഗ്ധരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഫോറൻസിക് വിദഗ്ധർ ഇവരെ 2 പേരെയും മാറി മാറി ചോദ്യം ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അനൂപ്. എന്നാലും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഘാതകരെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹം കൃത്യമായ മറുപടികൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ നൽകി. കോമളും ഇതേ മറുപടികൾ തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ശത്രുത ആരെങ്കിലുമായിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലുമായി ശത്രുതയുണ്ടോ എന്ന് പോലീസ് ചോദിച്ച സമയത്ത് അനൂപ് ചില നിർണായക വിവരങ്ങൾ പോലീസുമായി പങ്കുവച്ചു.
2017 അനൂപ് സോണിക്ക് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ കുട്ടിക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് 4 ദിവസമായപ്പോൾ തന്നെ അദ്ദേഹം ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് കോടതിയെ സമീപിച്ച് തനിക്ക് ഡിവോഴ്സ് വേണം എന്ന കാര്യം അറിയിച്ചു. എന്നാൽ ഇത് കണ്ട ആ സഹോദരിയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി 50 ലക്ഷം രൂപ തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം എന്ന രീതിയിൽ അവരോട് സംസാരിച്ചു. ഇത് പോലീസിനോട് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവരാണോ ഇതിന് പിന്നിൽ എന്നെനിക്ക് സംശയമുണ്ട്. തുടർന്ന് അനൂപിന്റെ മുറി പരിശോധിക്കാൻ പോലീസ് ആരംഭിച്ചു. അനൂപിന്റെ മുറി പരിശോധിച്ചു കഴിഞ്ഞ ഉടൻ അവർ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നോക്കുന്ന സമയത്ത് ആരോ ഛർദ്ദിച്ചു വെച്ചതായിട്ട് പോലീസിന് കാണാൻ കഴിഞ്ഞു. ഇതെന്താണ് സംഭവിച്ചത് എന്ന് അനൂപിനോട് പോലീസ് ചോദിച്ച സമയത്ത് അനൂപ് പറഞ്ഞു, രാത്രി കഴിച്ച ഭക്ഷണം എന്തോ വയറിനെ പിടിക്കാഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അവിടെ ഛർദ്ദിച്ചു വെച്ചത്. എന്നാൽ ഇത് കേട്ട പോലീസിന് എന്തോ ഒരു പന്തികേട് തോന്നിയ ശേഷം അവർ ആ ഛർദ്ദിയിൽ നിന്നും കുറച്ച് സാമ്പിളുകൾ ശേഖരിച്ചു. അന്വേഷണം കണ്ടിന്യൂ ചെയ്തു. തുടർന്ന് പോലീസ് കോമളിന്റെ മൊഴിയെടുക്കാൻ ശ്രമിച്ചു. കോമളിനോട് സംസാരിച്ച സമയത്ത് കോമൾ ഈ 3 പേര് വന്നതും ആക്രമിച്ചതും അന്ന് തുടങ്ങിയിട്ടുള്ള ആ വീട്ടിലുള്ള സ്വർണവും ബാഗും എല്ലാം എടുത്ത് അവർ കടന്നു കളഞ്ഞു എന്നിങ്ങനെ തുടങ്ങിയുള്ള നേരത്തെ പറഞ്ഞ അതേ കഥകൾ തന്നെ, അതായത് അനൂപിനോട് പറഞ്ഞ അതേ കഥകൾ തന്നെ അവർ പോലീസിനോടും ആവർത്തിച്ചു. ശേഷം പോലീസ് ആ പ്രാന്തപ്രദേശങ്ങളിലുള്ള CCTVകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് CCTVകൾ പരിശോധിക്കാനിടയിലാണ് ആ വീടിന്റെ പരിസരത്തുള്ള ഒരു CCTVയിൽ കൃത്യം രാത്രി 12:17 മുഖംമൂടി വെച്ച ഒരാൾ ആ CCTVയുടെ മുൻപിലൂടെ കടന്നു പോകുന്നതും പിന്നീട് അവർ പുറത്തിറങ്ങി പോകുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യവും ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടെ പോലീസിന്റെ സംശയങ്ങൾ വർദ്ധിക്കുകയാണ്. കൃത്യം നടന്ന സമയത്ത് കോമളിനോട് സംസാരിച്ച സമയത്ത് കോമൾ പറഞ്ഞത് അവിടെ 3 പേര് വന്നിട്ടുണ്ടായിരുന്നു, അവരിൽ 2 പേരാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ്. എന്നാൽ പോലീസ് പരിശോധിച്ച സമയത്ത് ക്യാമറയിൽ പതിഞ്ഞത് ആകെ ഒരാളേ ഉള്ളൂ. മാത്രമല്ല ആ വീട്ടിൽ യാതൊരു കവർച്ചാ ശ്രമങ്ങളും നടന്നതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല. അതായത് വീടോ മറ്റോ കുത്തി തുറന്ന് സാധനങ്ങൾ എടുത്ത രീതിയിലുള്ള ഒന്നും അവിടെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് ആ വ്യക്തി അകത്ത് കയറിയത്? കോമളിനെ അനൂപ് വിളിച്ചു നടത്തുന്നത് രാത്രി 2 മണിക്കാണ്. എന്നാൽ കൃത്യം കഴിഞ്ഞ CCTVയിലുള്ള ആൾ പുറത്തിറങ്ങുന്നത് 12:17. ഇവിടെ എന്തോ പൊരുത്തക്കേടുകൾ പോലീസിന് ഫീൽ ചെയ്യുകയാണ്. കോമളിനെ സംശയിക്കുന്നത് പുറത്തു കാണിക്കാതെ പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അവർ ബാക്ക്ഗ്രൗണ്ടിൽ കോമളിനെ പറ്റി അന്വേഷണം ആരംഭിച്ച സമയത്താണ് അവർക്ക് മനസ്സിലായത് ഈ കോമൾ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ സ്വന്തം മകളിൽ നിന്നും ദത്തുപുത്രിയാണെന്നും പോലീസിന് മനസ്സിലായത്. അതിനുശേഷം പോലീസിന് ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട മാതാപിതാക്കളുടെ ശരീരത്തിൽ ഉറക്കുഗുളികയുടെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചു. എന്നാൽ അന്ന് രാത്രി കളക്ട് ചെയ്ത അനൂപിൻ്റെതെന്ന് പറയപ്പെടുന്ന ഛർദിയുടെ സാമ്പിളുകളിലും ഇതേ ഉറക്കുഗുളികയുടെ സാന്നിധ്യം പോലീസ് കണ്ടെത്തി. ഇതോടുകൂടി കോമൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരിച്ചു. പോലീസ് കോമളിനെ കസ്റ്റഡിയിലെടുത്ത് തങ്ങളുടെ തനത് ശൈലിയിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചോദ്യം ചെയ്ത് അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ ക്രൂര കൊലപാതകത്തിന്റെ ഓരോ പഴുതുകളും കോമൾ തുറന്നു കാണിച്ചു കൊടുത്തു. ആ വാക്കുകൾ കേട്ട് സത്യത്തിൽ പോലീസുകാർ പോലും ഞെട്ടിത്തരിച്ചു പോയി. പക്ഷേ അതിന് കാരണങ്ങളുണ്ടായിരുന്നു. കാരണം കോമളിനറിയാമായിരുന്നു താൻ മുന്നാലാൽ ഗുപ്തയുടെ ദത്തുപുത്രിയാണെന്നും സ്വത്തിൽ തനിക്ക് യാതൊരു അവകാശവും ലഭിക്കാൻ പോകുന്നില്ലെന്നും ഇതിനെ എരികയറ്റാൻ വേണ്ടി മുന്നാലാൽ ഗുപ്തയുടെ കുടുംബക്കാർ താൻ ദത്തുപുത്രിയാണെന്നുള്ള കാര്യം വളരെ കുഞ്ഞിലേ തന്നെ കോമളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സ്വത്തുക്കൾ, അതായത് മുന്നാലാൽ ഗുപ്തയുടെ സ്വത്തുക്കളിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നും അനൂപിന് മാത്രം അനുഭവിക്കാനുള്ളതാണ് എന്നുള്ള തരത്തിലുള്ള വാക്കുകൾ ക്രൂരമായ അമ്പിന്റെ രൂപത്തിൽ ഈ കുടുംബക്കാർ ഈ കോമളിന്റെ തലച്ചോറിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ നിറച്ചുവെച്ചു. എന്നാൽ ഇത് അവളുടെ മനസ്സിൽ വലിയ അപകർഷതാബോധവും സ്വാർത്ഥതയും ഉളവാക്കി. ഷാജഹാൻപൂർ എന്ന ഗ്രാമത്തിൽ തന്റെ ബന്ധുവിന്റെ വീട്ടിൽ സ്ഥിരമായി പോവാറുണ്ടായിരുന്ന കോമൾ അവിടെ വെച്ച് രാഹുൽ എന്നൊരു യുവാവുമായിട്ട് പ്രണയത്തിലാവുകയാണ്. ഈ രാഹുൽ അവിടെ ഗോവയിലെ ഒരു മിലിറ്ററി ആശുപത്രിയിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. രാഹുലിന്റെ അനിയൻ രോഹിത്തുമായി കോമൾ ഒരു രഹസ്യബന്ധം കൂടി ഇതിനിടയിലൂടെ സ്ഥാപിക്കുകയാണ്. ഇത് ശാരീരിക ബന്ധം വരെ എത്തി നിന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാമുകനെ ചതിക്കുന്ന കാമുകിയെയും അതേപോലെ സ്വന്തം ചേട്ടനെ ചതിക്കുന്ന രോഹിത്തിനെയുമാണ്. മറ്റാരും അറിയാതെ, അതായത് സ്വന്തം ഏട്ടനോ കുടുംബമോ ആരും അറിയാതെ തന്നെ ഈ രഹസ്യബന്ധം അവർ തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ രാഹുൽ ഒരു ദിവസം കോമളിനെ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ വീട്ടിൽ നിന്നും പ്രഷർ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കാം. എന്നാൽ ഇത് കേട്ട കോമളിന്റെ മറുപടി വളരെ വിചിത്രമായിരുന്നു. താൻ ഒളിച്ചോടി വരികയാണെന്നുണ്ടെങ്കിൽ
തന്റെ അച്ഛന്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ തനിക്ക് ലഭിക്കില്ലെന്നും അനൂപ് എന്ന് പറയപ്പെടുന്ന തൻ സഹോദരനെ തനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടുന്നും സ്വത്തുക്കൾ മൊത്തം അവന് പോയി കഴിഞ്ഞാൽ തനിക്കൊന്നും കിട്ടില്ലെന്നുള്ള രീതിയിൽ കോമൾ രാഹുലിനോടായിട്ട് പറഞ്ഞു. അച്ഛനെയും അമ്മയെയും അനൂപിനെയും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ മുഴുവൻ നമുക്കുള്ളതാണെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് രാഹുലിനെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിക്കാനായിരുന്നു ആദ്യം കോമൾ ഒരുങ്ങിയത്. ഒരുപാട് പ്രാവശ്യം രാഹുലിനെ ഇതിനു വേണ്ടി അവൾ നിർബന്ധിച്ചെങ്കിലും ആദ്യമൊക്കെ ഭയന്നുകൊണ്ട് രാഹുൽ ഇതിൽ നിന്നും പിന്മാറി. പിന്നീട് ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഇതിനൊരുങ്ങുകയായിരുന്നു. രാഹുൽ തന്റെ ക്രിമിനൽ ബുദ്ധി ഇതിനു വേണ്ടി പ്രവർത്തിപ്പിച്ചു. അയാൾ താൻ വർക്ക് ചെയ്യുന്ന മിലിറ്ററി ആശുപത്രിയിൽ നിന്നും അതിശക്തമായ ഉറക്കുകുളികൾ തന്റെ അനിയൻ രോഹിത് വഴി കോമളിന് എത്തിച്ചു നൽകി. ഇത് രാത്രി ഭക്ഷണത്തിൽ എല്ലാവർക്കും കലക്കി കൊടുക്കാനായിരുന്നു അവളുടെ പ്ലാൻ. തുടർന്ന് എല്ലാവരും ഉറങ്ങിയ ശേഷം തന്നെ നോർമൽ കോളിൽ വിളിക്കാതെ വാട്സപ്പ് കോളിൽ വിളിക്കാനുള്ള പ്രത്യേക നിർദ്ദേശവും രാഹുൽ കോമളിന് നൽകി. രോഹിത് അകത്ത് കയറി അച്ഛനെയും അമ്മയെയും കഴുത്ത് ഞെരിച്ചു കൊല്ലണം, ശേഷം തന്റെ ഏട്ടനായ അനൂപിനെ തൂക്കിക്കൊല്ലണം എന്നുള്ള രീതിയിലുള്ള മാസ്റ്റർ പ്ലാനുകൾ അവൾ തയ്യാറാക്കി. എന്നാൽ അനൂപായിരിക്കണം ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നുള്ള രീതിയിൽ മാത്രമേ വാർത്തകൾ പുറത്തേക്ക് വരാവുള്ളൂ. അതിനുവേണ്ടി അവർ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ഇതിലും വിചിത്രമായിരുന്നു. അനൂപിന്റെ ഭാര്യാപിതാവും സഹോദരങ്ങളും കൂടി കാശ് ചോദിച്ച് എപ്പോഴും ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു, ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം കൂടി അനൂപ് തന്റെ അച്ഛനോട് ക്യാഷ് ചോദിച്ച് അത് കൊടുക്കാത്തതിന്റെ പേരിൽ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് അനൂപ് ആയിരിക്കണം എന്നുള്ള രീതിയിലുള്ള മാസ്റ്റർ പ്ലാനുകൾ വരെ അവർ തയ്യാറാക്കിയിരുന്നു. മാത്രമല്ല മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ തൂങ്ങി മരിച്ചതാണ് എന്നുള്ള രീതിയിലുള്ള കഥകളാണ് പുറത്തേക്ക് വിടേണ്ടത് എന്നുള്ള രീതിയിലുള്ള മാസ്റ്റർ പ്ലാനുകളും ഈ കൂട്ടത്തിൽ ഇവർ തയ്യാറാക്കി. പ്ലാൻ പ്രകാരം ജൂലൈ 3 കോമൾ അകല നാരങ്ങ ജ്യൂസിൽ ഈ ഉറക്കുഗുളിക കലർത്തി എല്ലാവർക്കും നൽകി. എന്നാൽ അച്ഛനും അമ്മയും ഇത് കുടിച്ച തൽക്ഷണം ഉറങ്ങിപ്പോവുകയും എന്നാൽ അനൂപിന് ഈ ജ്യൂസിൽ എന്തോ ഒരു രുചി വ്യത്യാസം തോന്നിയത് കൊണ്ട് അദ്ദേഹം അത് ഛർദ്ദിച്ച് കളയുകയുമാണ് ചെയ്തത്. അവിടെ വൃത്തിയാക്കാതെ അയാൾ കിടന്നുറക്കുകയും ചെയ്തു. അതാണ് സത്യത്തിൽ ഈ കേസിൽ വഴിത്തിരിവൊരുക്കിയ ഏറ്റവും വലിയ നിർണായകമായ തെളിവ്. രാത്രി 11 മണിയോടുകൂടി വാട്സപ്പ് കോൾ വഴി രോഹിത്തിനെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് തൊട്ടടുത്ത റൂമിൽ പോയി അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതേ സുഹൃത്തുക്കളെ, മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്താൻ പ്ലാൻ ചെയ്ത് അതിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് സ്വന്തം കാമുകനോടൊപ്പം ചേർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടിയെ നിങ്ങൾ ഏത് പേരിൽ വിളിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാമവേശകൾക്ക് ശേഷം അവർ നേരെ അച്ഛനെയും അമ്മയുടെയും റൂമിലേക്ക് എത്തി. മയങ്ങിക്കിടക്കുകയായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ കട്ടിലിനോട് ബന്ധിപ്പിച്ചു. രോഹിത് തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ കത്തികൾ കൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും കഴുത്തുകൾ അറുത്തു. ഈ ക്രൂരമായ കൊലപാതകം കണ്ട് കോമൾ എന്ന് പറയുന്ന ആ പെൺകുട്ടി തട്ടഹസിച്ചു. അതിനുശേഷം ഇവർ നേരെ ഏട്ടനായ അനൂപിന്റെ റൂമിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഞെരുക്കം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. ഇതോടുകൂടി അവർ അവരുടെ പ്ലാനുകൾ ചേഞ്ച് ചെയ്യുകയാണ്. പിടിക്കപ്പെടാതിരിക്കാൻ കോമൾ എന്ന് പറയുന്ന ആ ക്രൂരയായ പെൺകുട്ടിയുടെ ബുദ്ധി മറ്റൊരു രീതിയിൽ വേറൊരു കഥ മെനഞ്ഞെടുത്തു. അവൾ തന്റെ കാമുകനായ രോഹിത്തിനെ കൊണ്ട് തന്റെ കഴുത്തിൽ അതുപോലെ ഒരു മാരകമായ മുറിവുണ്ടാക്കിയെടുത്തു. ശേഷം അവിടെ ഉണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം മറ്റൊരു ബാഗിലാക്കി അതുകൊണ്ട് രോഹിത്തിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ഇതേ രോഹിത്തിനെ തന്നെയാണ് 11:15 പോലീസ് CCTV പരിശോധിച്ച സമയത്ത് ഒറ്റയ്ക്കൊരാൾ മുഖം മൂടി വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ നേരത്തെ അവതരിപ്പിച്ചിരുന്നു ഇങ്ങനെ കണ്ടത്. ശേഷം 2 മണിയോടുകൂടി അവൾ പുറത്തിറങ്ങി. അവളുടെ മുറിവ് ഒത്തിരി ആഴത്തിലല്ലായിരുന്നത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നെങ്കിലും അതൊരിക്കലും ഒരു മരണകാരണമാവില്ലെന്ന് അവൾക്ക് ശക്തമായി ഉറപ്പുണ്ടായിരുന്നു. ശേഷം 2 മണിയോടുകൂടി അവൾ പുറത്തിറങ്ങി റൂമിന്റെ മുൻപിൽ നിന്നും ഉറക്കെ നിലവിളിച്ചു. ഈ നിലവിളി കേട്ടാണ് അനൂപ് പുറത്തേക്ക് വന്നത്. പിന്നീട് അനൂപിനോട് ഇവിടെ തനിക്കുണ്ടായ അനുഭവങ്ങളുടെ ഒരു വ്യാഴവട്ട കള്ളക്കഥ തന്നെ ഈ പെൺകുട്ടി അനൂപിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് ഒരു ഛർദിയുടെ കണിക കൊണ്ട് ഈ കേസിനെ മറ്റൊരു രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്യിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. പിന്നീട് ഈ പെൺകുട്ടി കുറ്റസമ്മതം നടത്തിയതോടുകൂടി രാഹുലിനെയും രോഹിത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ കൃത്യമായി ചോദ്യം ചെയ്തപ്പോൾ ഈ കുറ്റകൃത്യത്തിൽ ഇവർക്കുള്ള പങ്ക് പോലീസ് അവിടുന്ന് വ്യക്തമായി കണ്ടെത്തുകയാണ്. സത്യത്തിൽ കാമത്തിനും പണത്തിനും വേണ്ടി നടത്തിയ ഈ ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ കണ്ട് കാൺപൂർ നഗരം സത്യത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. തൻ്റെ സഹോദരിയുടെ ഈ കറുത്ത മുഖങ്ങളും ക്രൂര മുഖഭാവവും ക്രൂര ചിന്താഗതിയും കണ്ട് സഹോദരനായ അനൂപ് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തളർന്നവശനായിപ്പോയി. സുഹൃത്തുക്കളെ,
സ്വന്തം ചോരയല്ലെങ്കിൽ പോലും ഒരുപാട് സ്നേഹിച്ചു വളർത്തിയ എല്ലാ ലാളനകളും തന്റെ മകന് നൽകിയ അതേ പരിഗണനയും നൽകി വളർത്തിയ ഈ പെൺകുട്ടി ഈ മാതാപിതാക്കളോട് ചെയ്തതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്തരം ഒരു ക്രൂരത കാട്ടിയ ഈ പെൺകുട്ടിക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഈ കേസ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനുഷ്യൻ നന്ദിയുള്ളവനായിരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം വിലപ്പെട്ട വാക്കുകളാണെന്നുള്ളത് വിളിച്ചോതുന്ന ഒരു കേസാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാനുഷിക മൂല്യങ്ങളുടെ ആവശ്യകത എത്രത്തോളമാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് എന്ന് വിളിച്ചോതുന്ന കഥയാണിത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാത്രമല്ല, ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.